നമസ്തേ കൊച്ചി. കൊച്ചി അങ്ങ് മാടില്ല, കാണാൻ പറ്റില്ല. സോ നമസ്തേ കൊച്ചിയിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതിന് ലാസ്റ്റ് എടുക്കുന്നതാണ്. ഹലോ, ഇവിടെയാണോ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ എൻ്റെ കണ്ണുകൾ എവിടെയാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഹലോ. സോ മേക്കപ്പ് അറിയാത്ത എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് നമസ്തേ കൊച്ചിയിലോട്ട് സ്വാഗതം. ഞാനും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണമുള്ളൂ, പഠിക്കാൻ ഭയങ്കര ആഗ്രഹം. പണ്ടൊന്നും എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് എ മിനിമൽ മേക്കപ്പ്. എനിക്കറിയാവുന്ന പോലെ ഓർഡിനറി ആയിട്ട് നമ്മൾ വർക്കിനൊക്കെ പോകുമ്പോൾ എങ്ങനെ മേക്കപ്പ് ചെയ്യണമെന്ന് മാത്രം കാണിച്ചു തരുന്നൊരു മേക്കപ്പാണേ. സി ഫേസ് കണ്ടോ, ഇതൊക്കെ ഇനി മാറ്റിയെടുക്കണം. അറിയില്ല, നിങ്ങൾക്ക് എന്നെപ്പോലെ പഠിക്കാം. അപ്പം ഞാനിന്നിവിടെ ട്യൂട്ടോറിയൽ, സാധാ ഓർഡിനറി മല്ലു മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും കുറേ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്. വേണ്ട, പല്ലില് ഗ്യാപ്പ് വന്നപ്പോൾ പല്ലി കമ്പിട്ടു. മുടി തീരെ കുറവാണ്, അതിൻ്റെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. പക്ഷെ പണ്ടത്തെ അത്രയില്ല, ഇപ്പം കുറച്ച് കുറവാണ്. അപ്പം ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ രീതിയിൽ കഷണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഉള്ള പെണ്ണുങ്ങളാണെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കണ്ട. നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളിലുള്ള ബ്യൂട്ടി കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ സ്വാഭാവികം, എല്ലാവർക്കും ഉള്ളത് തന്നെ. ദേ നെറ്റിയിൽ ചുളിവ്, ഇവിടെയൊക്കെ ഈ സിനിമാ നടികളുടെ ഫേസ് പോലെ നമ്മുടെ ഒരിക്കലും ആവില്ല, ബിക്കോസ് അതൊക്കെ എഡിറ്റിംഗ് ആണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഉള്ള ചുക്കും ചുളിവും, കാക്കപ്പുള്ളി, കുരു, അൺഈവൻ സ്കിൻ കാര്യങ്ങൾ, ഇതൊക്കെ സ്വാഭാവികം തന്നെ. ഡബിൾ ചിൻ, അതൊക്കെ നമ്മൾ ഫിറ്റ് എന്താ പറയുക, നമ്മൾ ബോഡി കെയർ ചെയ്യുമ്പോൾ താനെ മാറുന്നതാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു ആൻറ്റിമാരും എന്നെ പോലത്തെ ഒരു പെണ്ണുങ്ങളും ഒരു യങ് ലേഡീസും കറുത്തതാണ്, ഇരുനിറമാണ് എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുരു ഉണ്ട്, അതുണ്ടെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഒളിപ്പിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഇൻസെക്യൂരിറ്റീസ് ഉള്ളതല്ലേ. ഇപ്പോൾ ആ ഇൻസെക്യൂരിറ്റീസൊക്കെ ഞാൻ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാർ ഇവിടെ വെച്ച് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് ഈ ചാനലിലൂടെ കുറച്ച് മേക്കപ്പും കുറച്ച് വ്ളോഗും കുറച്ച് എന്താ പറയുക വീട്ടുവിശേഷങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവാം. എൻ്റെ അത്രയും നല്ല ഫേമസ് ചാനലൊന്നും അല്ല, അത്രയും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ. എനിക്ക് എന്താ പറയുക, ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ നാൾ ചെയ്ത് കഴിയുമ്പോൾ മടുക്കും, പിന്നെയും ചെയ്ത് കഴിയുമ്പോൾ മടുക്കും. പക്ഷെ എന്നാലും വിട്ട് കളയാൻ തോന്നുന്നില്ല. എന്തൊക്കെയോ ഇതിൽ നിന്ന് എന്താ പറയുക, എന്നിലൂടെ ഞാൻ എങ്ങനെയാണോ എന്നെപ്പോലെ ചിലപ്പോൾ എൻ്റേതായ ചില ക്യാരക്ടേഴ്സുള്ള ആൾക്കാരുണ്ടാവില്ലേ, എങ്ങനെയാണ് ഞാൻ എൻ്റെ ഫേസിനെ ക്ലിയർ ചെയ്യുന്നത്, ഞാൻ എൻ്റെ ബോഡീനെ നോക്കുന്നത്, ഞാൻ എങ്ങനെ എൻ്റെ മേക്കപ്പ് ട്രൈ ചെയ്യുന്നത്, ഈ ബിഗിനറായിട്ട്, ഇൻ്റർമീഡിയറ്റ് ആയിട്ട്, പിന്നെ എക്സ്പേർട്ടായിട്ട്, അങ്ങനെയൊക്കെ എന്നിലൂടെ എന്നെപ്പോലെ സ്വഭാവമുള്ള ആൾക്കാർക്കും എന്നിലൂടെ വളരാം. ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാനിപ്പോൾ തരുന്ന ഇൻട്രോ. ആഫ്റ്റർ 3-4-5 years, 5 years ആയിട്ടില്ല, 3 years. അപ്പം ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. എന്താ പറയുക, തല്ലിപ്പള്ളി കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. ചിലപ്പോഴൊക്കെ റോസ്റ്റിംഗ് ഉണ്ടാവും. എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ ഞാനത് ഓപ്പണായിട്ട് എനിക്ക് പറയണമെന്ന് തോന്നിയാൽ ഞാനതിനെക്കുറിച്ച് പ്രതികരിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ നമസ്തേ കൊച്ചി. ഒരു കൊച്ചിയിലോട് ജീവിക്കുന്ന ഒരു പാവം പെൺകൊച്ചിൻ്റെ കഥ. ഇപ്പം ഞാൻ കൊച്ചിയിലല്ല, ഇപ്പം ഞാൻ ഖത്തറിലാണ്. എന്നാലും കൊച്ചിയിലായിരുന്നപ്പോൾ തുടങ്ങിയതായതുകൊണ്ട് നമസ്തേ കൊച്ചിയിൽ വിടാൻ തോന്നുന്നില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, സ്കാർസ് ഉണ്ട്, കുഴിയുണ്ട്, സ്ട്രെച്ച് മാർക്സ് ഉണ്ട്. കണ്ട, ഈയിടെയായിട്ട് തുടങ്ങിയതാണ് സ്ട്രെച്ച് മാർക്സ്. കണ്ടില്ലേ,
ഇതൊക്കെ തടി വെക്കണതിൻ്റെ, ചിലപ്പോൾ തടി കുറയണതിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ തടി വെക്കണതിൻ്റെ ആയിരിക്കും. ഇപ്പം ഞാൻ ഒരു 91 ഉണ്ടായിരുന്നു 2 ആഴ്ച മുമ്പ്. ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങിയതിന് ശേഷം 87ആയി. ജിമ്മിൽ പോകുന്നുണ്ട്. ജിമ്മിൽ പോയിട്ട് മാത്രം കാര്യമില്ല, ഡയറ്റും കൂടി എടുത്താൽ മാത്രമേ നമുക്ക് വെയിറ്റിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് ചിലപ്പോൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ടുണ്ടാവും. ഇഷ്ടമുള്ളവർക്ക് കാണാം, ഇഷ്ടമില്ലാത്തവർക്ക് കാണണ്ട, അത്രേ ഉള്ളൂ. അപ്പം നമുക്കിന്ന് മിനിമലായിട്ട് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയാലോ? സോ ഫസ്റ്റ് ഞാൻ സെറ്റാഫിലിൻ്റെ ക്ലെൻസർ വെച്ച് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെയിലത്ത് ഇറങ്ങിയാൽ തന്നെ ഒന്ന് മുഖം പിഴിഞ്ഞെടുത്താൽ തന്നെ പഴംപൊരി വറക്കാനുള്ള എണ്ണ കിട്ടും എൻ്റെ മുഖത്തുനിന്ന്. അമ്മാതിരി ഓയിലിയാണ് എൻ്റെ സ്കിൻ. എനിക്കറിയില്ല എവിടെ നിന്നാണ് ഇമ്മാതിരി ഓയിൽ തന്നെയാണ്. കഴിക്കണ ഫുഡിൻ്റെയൊക്കെ ആയിരിക്കാം, മേ ബി, ഐ ഡോണ്ട് നോ. ഞാനപ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്തു. എന്നാലും നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് ഓയിൽനെസ് കാണാം അല്ലേ? എനിക്ക് പക്ഷെ അത് ഇഷ്ടമല്ല കേട്ടോ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നയാസിൻ മോയ്സ്ചറൈസർ ഇട്ടു. മോയ്സ്ചറൈസർ ഇട്ടിട്ടാണ് ഞാൻ നയാസിനമൈഡ് ഇട്ടത്. അതിലെനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. സോ ചില സമയത്ത് ഞാൻ നയാസിനമൈഡ് ഇട്ടിട്ട് മോയ്സ്ചറൈസർ ഇടും. അതെന്താണെന്ന് ഞാൻ പഠിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ന് ഞാൻ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലെൻസ് ചെയ്തു സെറ്റാഫിലിൻ്റെ ഇത് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം, അത് ഉണങ്ങിയതിന് ശേഷം നയാസിനമൈഡ് ഇട്ടു. നയാസിനമൈഡ് ഇട്ടതിന് ശേഷം ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. ഞാൻ സ്കിൻ കെയർ റുട്ടീൻ പഠിച്ചുകൊണ്ടിരിക്കണതാണ്. എന്ന് വെച്ചാൽ യൂട്യൂബ്, ഗൂഗിള്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാവുന്നതുപോലെ. അല്ലാതെ നമുക്കെപ്പോഴും എന്താ 1.5 ലക്ഷം കൊടുത്ത് അല്ലെങ്കിൽ 2 ലക്ഷം കൊടുത്ത് VLCCയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോസ്മെറ്റോളജി മീൻസ് കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള കെൽപ്പില്ല, അതിനുള്ള ടൈമും ഇല്ല. നമ്മൾ പാരലി ലൈഫും ജോബും ഫാമിലിയും കിഡ്സൊക്കെ ആയിട്ട് റൺ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇതിനൊന്നും ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുന്നത് കോസ്മെറ്റോളജി. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഗെയിൻ. നമസ്തേ കൊച്ചി. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യുക. എന്നെ പോലത്തുള്ള പെൺപിള്ളേരാണെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ കണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ് ചെയ്യുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഓക്കെ, അപ്പം എന്നാലും നല്ല ഓയിലി സംതിങ് ഒക്കെ ഉണ്ടല്ലേ. പിന്നെ ഞാൻ ലിപ് ബാം ഇട്ടു. ലിപ്പ് എപ്പോഴും എൻ്റെ ഡ്രൈ ആവും. നമ്മളെപ്പോഴും വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ബോഡിക്കും നമ്മുടെ സ്കിന്നിനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ പറ്റുവാണെങ്കിൽ സ്ത്രീകൾ 30 കഴിഞ്ഞിട്ടാണ് കഴിച്ചു തുടങ്ങേണ്ടതെന്നൊക്കെയാണ് പറയണത്. മൾട്ടി വൈറ്റമിൻ ഗുളികകൾ കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാം. ബിക്കോസ് എന്നെപ്പോഴും നമുക്ക് നമ്മുടെ ഫുഡിലൂടെ വൈറ്റമിനും മിനറൽസും കിട്ടിയെന്ന് വരില്ല. അത് സപ്ലിമെൻ്റ് എടുക്കുന്നത് നല്ലതാണ്. ഞാൻ എടുക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്. എടുക്കുമ്പോൾ എൻ്റെ സ്കിന്ന് കുറച്ചും കൂടി തെളിച്ചോട്ട് തോന്നാറുണ്ട്. ചില സമയത്ത് എടുക്കാത്തപ്പം അതേപടി വീണ്ടും താഴത്തോട്ട് പോകാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. കൺസിസ്റ്റൻസിയാണ് നമ്മളുടെ എന്താ പറയുക ബ്യൂട്ടിയുടെ ഏറ്റവും വലിയ ഒരു പ്രയോറിറ്റി, ഒരു മുൻഗണന കൊടുക്കേണ്ട സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൺസിസ്റ്റൻസി കുറവാണ്. ഞാൻ പഠിച്ചു കൊണ്ടിരിക്കുന്നുള്ളൂ കൺസിസ്റ്റൻസി. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതൊക്കെ ആ റുട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷം മുഖം ക്ലെൻസ് ചെയ്തു, മോയ്സ്ചറൈസർ ഇട്ടു, ആൻഡ് ദെൻ നയാസിനമൈഡ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ 1/2 hour കഴിഞ്ഞിട്ടാണ് സൺസ്ക്രീൻ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ലിപ് ബാം ഇട്ടു. അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓയിലി സ്കിന്നുകാർക്കുള്ള ബിഗിന്നിങ് മേക്കപ്പാണ് ഈ സംഭവം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ എടുക്കുന്നത് ഒരു പ്രൈമറാണ്. ഫ്ലോർമർ മാറ്റിഫൈങ് മേക്കപ്പ് പ്രൈമർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് നമ്മൾ അപ്ലൈ ചെയ്യാം. ഇത്രയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. പി സൈസിൽ എടുക്കാം. ബിക്കോസ് യു നോ എന്നൊക്കെ എന്ത് വിലയാണെന്ന് അറിയോ. മേക്കപ്പ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയതിന് ശേഷം മിനിമലിസ്റ്റിൻ്റെ ഐറ്റംസൊക്കെ ഞാൻ മേടിച്ചു. മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ് ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്നത്. മിനിമലിസ്റ്റിൻ്റെ ഐറ്റംസൊക്കെ മേടിച്ചിട്ടേ എൻ്റെ പൊണ്ണും എന്ത് റേറ്റാണെന്ന് അറിയോ, 7000 രൂപ.
മേക്കപ്പ് നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റാണ്. നല്ല നല്ല പ്രീമിയം സാധനത്തിനൊക്കെ നല്ല നല്ല റേറ്റാണ്. ആപ്പൂപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മുഖം ഇരിക്കണ പോലെ ഇരിക്കും. ഞാൻ ഷെയ്നീന്ന് ആപ്പൂപ്പ സിറംസ് സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എൻ്റെ മുഖത്ത് കുരുക്കളൊക്കെ വന്ന്. യുനോ നമ്മളെപ്പോഴും നമ്മുടെ മുഖത്തിൽ ഇടുന്ന സംഭവങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത് കേട്ടോ. അത് നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കുക. കാശില്ലെങ്കിൽ കാശില്ലാത്ത പോലെ ഹോം റെമഡീസ്. കാശുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളെ കൊണ്ടാവുന്നതനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. അതും ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം ഉപയോഗിക്കാൻ നോക്കുക. ഈ പറഞ്ഞ പോലെ കൊളാബറേഷനും കാര്യങ്ങളൊക്കെ വരുന്ന യൂട്യൂബേഴ്സിൻ്റെയൊക്കെ സംഭവങ്ങൾ വലിച്ചു വാരി മേടിക്കാണ്ടിരിക്കുക. ബിക്കോസ് അവർ കാശിന് വേണ്ടിയാണ് ചെയ്യണത്, നമ്മൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. അത് സൂക്ഷിക്കുക. ഈ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഐറ്റം നമ്മൾ എങ്ങനെ പോയാലും ഒരു 3, 4, 5 months എടുക്കും ആ ഐറ്റത്തിൻ്റെ ഒരു ഗുണം അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാർ കൊളാബറേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ മാത്രം ഉപയോഗിക്കുക. അറിയാലോ ഇപ്പോഴത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ആൻഡ് സെറ്റിംഗ് പൗഡർ കേട്ടോ. എൻ്റെ ഇരിക്കണത് കളർ ബാറിൻ്റെ സെറ്റിംഗ് പൗഡറാണ്. ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടില്ല, ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണേ. ഈ സെറ്റിംഗ് പൗഡർ ഇടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സംഭവം നാട്ടിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ അവനെ കൊണ്ട് മേടിപ്പിച്ചതാണ്. ഉപയോഗിച്ചും കൂടി നോക്കിയിട്ടില്ല. സെറ്റിംഗ് പൗഡർ ഇടുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽനെസ് ഇല്ലേ, അതൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റിംഗ് പൗഡർ ഇടുന്നത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഡാബ് ചെയ്ത് നമ്മുടെ ഇതിൽ കൊടുക്കുക. അപ്പോൾ കുറച്ച് പൊടികളൊക്കെ ഉണ്ടെങ്കിൽ മാറും. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് നമ്മുടെ മേക്കപ്പ് കുറച്ച് നേരത്തെയും കൂടി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ ഓയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഴഞ്ഞു പോകും. അറിയാലോ നിങ്ങൾക്ക്, ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് അറിയാലോ അവസ്ഥ. മൂക്കിൻ്റെ ഈ സൈഡിലാണ് ഇപ്പോഴും സാധനം നിൽക്കണത്, ഓയില്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ അത്ര എക്സ്പേർട്ടും കാര്യങ്ങളൊന്നും അല്ല, ഞാൻ പഠിച്ചു തന്നുള്ളൂ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യേണ്ടത്. സോ നമുക്ക് പഠിച്ച് പോകാം. അപ്പം ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് പൗഡർ അൺഈവനാണ്, എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോഴും കുറച്ചൊക്കെ ഇവിടേക്കൊക്കെ ഇട്ട് കൊടുക്കണത് നല്ലതാണ്. അല്ലെങ്കിൽ ഇത് വേറെ ഇട്ട് തോന്നും. ഓക്കെ, എന്നാലും പൗഡർ പൂശി വെച്ചിട്ടുണ്ടല്ലേ, കുഴപ്പമില്ല. ദെൻ ഞാനിവിടെ എടുക്കുന്നത് ഏതിൻ്റെയാണ്, റിമൽ ലണ്ടൻ എന്ന് പറഞ്ഞ കൺസീലറാണ്. എനിക്ക് ആ പ്രൊമോട്ടർ കാണിച്ചു തന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട അതാണ്. നമുക്കിത് ഉപയോഗിക്കാം. കൺസീലർ എങ്ങനെ ഉപയോഗിക്കണ്ടെന്ന് അറിയില്ലേ, നോക്കിക്കോ. ഇവിടെ കുറച്ച്, ഈ മൂലയിൽ കുറച്ച്, ഇവിടെ കുറച്ച്, കണ്ടോ? ഫുള്ളി അപ്ലൈ ചെയ്യണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പഠിക്കണം. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, പക്ഷെ എനിക്ക് അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല.
ഓക്കെ. അതേപോലെ ഇവിടെ മേക്കപ്പ് ചെയ്യണത് ഒരു ടാസ്ക് തന്നെയാണ്. ഓക്കെ. വില മാറ്റമുണ്ടോ? മാറ്റമുണ്ട്. സോ നമ്മളുടെ കൺസിലർ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഫൗണ്ടേഷൻ. എന്ത് ഫൗണ്ടേഷൻ ആണെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇത്രയും പീ സൈസിൽ എടുക്കുന്നുള്ളൂ. സി, അധികം ഫൗണ്ടേഷൻ എനിക്ക് ഇഷ്ടമല്ല. സി, അപ്പോൾ ഇങ്ങനെ കത്ത് 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 കത്ത്. ഓക്കെ. അപ്പോൾ ഒരു സ്മഗ്ഗർ എടുക്കാം. And contour ഇവിടെ 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 ആൻഡ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വരച്ചേക്കണേ. ഇങ്ങനെ വരച്ചിട്ട് പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഡബിൾ ചിൻ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ. ആൻഡ് ഇതിൻ്റെ ഈ അടിയാകില്ലേ, ഇവിടെ നോക്കി ഇങ്ങനെ ബേസിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ആൻഡ് മൂക്കിന് ഷേപ്പ് ഇടാൻ വേണ്ടിയിട്ട് കോണ്ടൂർ ചെയ്യുക. ചളകിപ്പോയോ? ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ആണ് കേട്ടോ. ഇതൊക്കെ എത്രത്തോളം ശരിയാവില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി ഒന്നുമില്ല. ബട്ട് ഈ മേക്കപ്പ് ഇട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റണം എന്നുള്ളത് ഒരു പെണ്ണിൻ്റെ കോൺഫിഡൻസ് തന്നെയാണ്. നമ്മൾ മറ്റുള്ളവർ പെണ്ണുങ്ങളെ
മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ കുറേ കുറ്റങ്ങളൊക്കെ പറയും അല്ലേ? കുറ്റം പറയില്ലേ? അപ്പോൾ നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെയും കൂടി കോൺഫിഡൻസ് ആണ്. നമുക്ക് അങ്ങനെ മേക്കപ്പ് ചെയ്ത് ഇറങ്ങാൻ പറ്റില്ല. കാരണം എന്താ, നമ്മളെപ്പോലെ മറ്റുള്ളവർ നമ്മൾ കുറ്റം പറയുന്നുള്ളൊരു തോന്നൽ. ഇപ്പോൾ ഒരാളുടെയും എന്താ പറയുക ക്രിയേറ്റിവിറ്റീനെ നമ്മൾ കളിയാക്കാണ്ടിരിക്കുക. അതാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മൾ ഒരാളെ കളിയാക്കി കഴിഞ്ഞാൽ നാളെ കളിയാക്കാൻ എത്ര പേരുണ്ട്? 100 പേരുണ്ടാവും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസിൻ്റെ ഭാഗമാണ്. സോ ഒരാൾ മേക്കപ്പ് ചെയ്ത് പോണേനോ ഓവറായിട്ട് മേക്കപ്പ് ചെയ്തതിന് കളിയാക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ അയാൾ പഠിക്കണമായിരിക്കും. അപ്പം അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുക. പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യണേന് മറ്റുള്ളവരെന്ത് പറഞ്ഞാലും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. And ഒരു മിനിറ്റ് പറയാം. ഇതാണ് നമ്മുടെ ലുക്ക്. ടിഷ്യൂ എടുത്തിട്ടോ കേട്ടോ. അപ്പോൾ എൻ്റെ ലിപ് ബാം കാണാണ്ടായി. ദെൻ ഇനി നമുക്ക് കണ്ണ് സെറ്റ് ചെയ്ത് കൊടുക്കാം. മോനെ ഒടിഞ്ഞു പോയി. ഇത് ഏതിൻ്റെയാണെന്നറിയോ? ഫേസസ് കാനഡ. ആൻഡ് ഞാനൊരു ഐഷോടെ പാലറ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് ഐ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇറ്റ്സ് വെരി ടഫ്. ഐഷോടെ എനിക്ക് ഇപ്പോഴും ചെയ്യാൻ അറിയില്ല. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. എൻ്റെ ഇരിക്കുന്ന ഇത്രയും ബ്രഷാണ്. ഇത് വെച്ച് നമുക്ക് ഐഷോടെ ട്രൈ ചെയ്യാം ഗൈസ്. ഇതാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കാം. എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ഐഷാഡോ പാലറ്റ് വേറെ ഇത് വേണോ? ഇത് വേണം. ഇതെടുക്കാം. വെറ്റ് ആൻഡ് വൈറ്റ്. നമുക്ക് അതിലോട്ട് പോവാം. വെറ്റ് ആൻഡ് വൈറ്റ് ഏതെടുക്കും? ഇതെടുത്താലോ? ഫസ്റ്റ് നമുക്ക് ന്യൂഡ് ട്രൈ ചെയ്യാവേ. അല്ല പൊടിയോളം കണ്ണടയ്ക്ക. ഐഷാഡോ അറിയാൻ പാടാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പഠിക്കാം. എനിക്കും അറിയില്ല. ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്താണ് പഠിക്കുന്നത്. ഫേസസ് കാനഡയുടെ ഐലൈനറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഐലൈനർ ഇടുന്നത് ഒരു ടഫസ്റ്റ് ജോബാണ് കേട്ടോ. Oh my god. ഓസ്കാർ കിട്ടിയ ഒരവസ്ഥയാണ് ഐലൈനർ കറക്റ്റായിട്ട് വന്ന. Damn shit.
ഇത് ശരിയായി വന്നേ ദൈവമേ. കണ്ടോ, കുരിപ്പ് ശരിയാവൂല. ശരിയാവണേ എൻ്റെ ഈശ്വരാ. ഈ ഐലൈനർ ശരിയാവണതും പെണ്ണുങ്ങളുടെ ഐലൈനർ ശരിയാവണതും ലോട്ടറി അടിക്കുന്നതും ഒരേപോലെ. ഈശോയെ കാത്തോളണേ. So good, so elegant. എൻ്റെ ഒരു അവസ്ഥ. Where is the mascara? Bum 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 bum. Eric Selt Volume Expert Mascara. 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 എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു പണ്ട്, ഐസുണ്ട്. പുള്ളിക്കാരത്തി ഞങ്ങൾ 9 10 പഠിക്കുമ്പോൾ മസ്കാര ഉണ്ടല്ലോ, ഐലൈനർ വെച്ചാണ് അവൾ ഇട്ടുകൊണ്ടിരുന്നത്. അതേപോലെയാണ് കുറേ നാൾ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം അവൾ ദുബായിലെവിടെയാണ്, ഞങ്ങളൊന്നും കളിച്ചില്ല. ഓക്കെ, കണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞു. ആൻഡ് നമുക്ക് ചുണ്ടിൻ്റെ പരിപാടിയിലോട്ട് കിടക്കുന്നാലോ. ലിപ് ബാം, വെള്ളം കുടിക്കാം മക്കളെ, വെള്ളം കുടിക്കാം. ദിസ് ഈസ് മൈ ലിപ്സ്റ്റിക് ബാഗ്. കറിയുണ്ട് പക്ഷെ അങ്ങനെ കള്ളുമല്ല. കടവിടിയിൽ കുങ്കുമമോ കടവിടി കഞ്ഞനോ. ലിപ് ലൈനർ ഉണ്ടെങ്കിലും എനിക്ക് ബ്രൗൺ ഐബ്രോ വെച്ചാൽ ലിപ് ലൈൻ ചെയ്യാൻ ഇഷ്ടം. അതാണ് നല്ലത്. മോനെയുണ്ട് കുറച്ച്. ശരിയല്ല, ഷുറല്ല. നമുക്ക് ഷുഗറിൻ്റെ ലിപ് ലൈനർ എടുക്കാം. പുതിയതാ. 599 രൂപ. നിങ്ങൾ വിചാരിക്കും പെണ്ണുങ്ങളുടെ ലൈഫ് ഇത്ര സിംഗിളാണെന്ന്. പെണ്ണുങ്ങളുടെ ലൈഫ് ഭയങ്കര ടഫാണ് ഗൈസ്. ഇഷ്ടപ്പെട്ട ബ്രാൻഡഡ് സംഭവം മേടിക്കണമെങ്കിൽ തന്നെ നല്ല എമൗണ്ടാണ്. അൽഗതികേട് അല്ലാതെ എന്ത് പറയാനാ. ഇത് ലോറിയലിൻ്റെ $1000 ഉള്ള ലിപ് ഷെയ്ഡാണ്. ഒന്നിനും കൊള്ളൂല. എന്നെ എങ്ങാനും കൊളാബറേറ്റർ ആക്കി കഴിഞ്ഞാണ്ടല്ല ഞാൻ എല്ലാ കമ്പനിയുടെ
പ്രൊഡക്ട്സ് ഡീഗ്രേഡ് ചെയ്ത് കൊടുക്കും. ആൻഡ് യു നോ വൺ, ഇതും അടിയിലോട്ട് ഇടരുത്. ദർസ് വൺ തിങ്. പണ്ടെപ്പോഴോ ഒരു പെട്ടിക്കടയിൽ നിന്ന് മേടിച്ച സംഭവമാണ്, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു. ആവശ്യത്തിന് തപ്പിയാ കിട്ടരുത്. അനാവശ്യത്തിന് തപ്പിക്കഴിയുമ്പോൾ ഇങ്ങനെ ഓടിച്ചാടി വന്നോളാം കേട്ടാ കേട്ടാ. ഒരാവശ്യത്തിന് തപ്പിയ അനാവശ്യത്തിന് തപ്പിക്കഴിഞ്ഞാൽ തോനെ ഉണ്ടോ വാടേന്ന്. ഈ സംഭവം തീർന്നു. ഇത് എന്തിൻ്റെ ബ്രാൻഡാന്നും കൂടി അറിയില്ല, പക്ഷെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചിട്ടുണ്ട്. ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിന് ഭയങ്കര ബോറാട്ടോ ഞാൻ. ഉണ്ട് നമ്മളിങ്ങനെ കണ്ട ചുണ്ട് വരണ്ടിരിക്കണ, അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പെർഫെക്റ്റ് ഓക്കെയാണ്. ആൻഡ് ഗൂസ് ബ്ലഷ് ഇട്ടില്ല, ഹൈലൈറ്റർ ഇട്ടില്ല. സോ എന്ത് തുടങ്ങണം നമുക്ക്? നൈറ്റ്സിൻ്റെ ഹൈലൈറ്ററും കം ബ്രൗൺസറാണത്. ഇപ്പോഴത്തെ ഹൈലൈറ്റർ ഉണ്ടാകും. മൂക്കിൽ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാം. ഇനി ഹൈലൈറ്റർ ഇടാനുള്ള സ്ഥലമുണ്ട് കേട്ടോ, അത് പറയാം. ഓ ഡാർക്ക് ഹൈലൈറ്റർ കൊണ്ട് പോയാനെ ഉണ്ട്. നമുക്കൊന്ന് ഇതെനിക്ക് ഈ ബ്ലഷ് മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയ ബ്രഷാണ്. കൊള്ളാം. ബ്ലഷ് നമ്മൾ ഇതുപോലെ എടുത്തിട്ടാ പാച്ച് ചെയ്യാം. പൊടിപ്പണം കണ്ടോ? ഇതിങ്ങനെ എൽ ഷേപ്പിൽ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ചബ്ബിയായിട്ട് ആൾക്കാർ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുക, അല്ലാത്ത ആൾക്കാർ വേറെ പ്രോസസ്സ് ഉണ്ട്. ഞാനിപ്പോൾ ചബ്ബിയാണ്, തടി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേറെ പ്രോസസ്സ് കാണിച്ചു തരാം. ബ്ലഷിൻ്റെ വേറൊരു കുറേ സ്റ്റൈൽസൊക്കെ ഉണ്ട്, അത് ഞാൻ വേണമെങ്കിൽ ഇട്ടേക്കാം. ചേഞ്ച് ഉണ്ടോ? സോറി. നമ്മളിങ്ങനെ ഇങ്ങനെ ബ്ലഷ് ക്ലോസ് ചെയ്യാം. സുന്ദരിയായിട്ടുണ്ട്. ആൻഡ് ഹൈലൈറ്റർ. ഇങ്ങനെ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാം.
ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മറ്റേ സാധനം പൗഡർ ഒന്നും കൂടി ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി. Okay, setting spray, tissue, and some butter. വലിയ പൊട്ടിടണമെങ്കിൽ വലിയ പൊട്ടിടാം, കുഞ്ഞു പൊട്ടിടണമെങ്കിൽ കുഞ്ഞു പൊട്ടിടാം. ഇറ്റ്സ് അപ് ടു യു. പൊട്ട എന്താണ് പൊട്ട വരാത്ത? ഓക്കെ, നീ കുറച്ച് മുടിയിരൽ പിന്നെ എന്നെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ലായിരിക്കും, വീഡിയോസിലൊക്കെ കാണുന്ന പോലെ. എനിക്കൊരു മോളുണ്ട്, മോളുടെ പേര് ഇവ. അവളാണ് എൻ്റെ സ്ഥിരം പ്രേക്ഷക. ഇങ്ങനെ ഇടണോ ഇങ്ങനെ ഇടണോ നോക്കട്ടെ. അവളാണ് എൻ്റെ സ്ഥിരം പ്രേക്ഷക. അവളാണ് എൻ്റെ എല്ലാ വീഡിയോസും കാണാറുള്ളത്, ലൈക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ വിചാരിക്കുന്ന മോള് വലിയ മോളാണ്. ഞാൻ 25 ഉള്ളൂ. എൻ്റെ മോൾക്ക് 3 വയസ്സ്. ബട്ട് ഷീ ലൈക്സ് ഹർ മമ്മി ഇൻ യൂട്യൂബ്. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് കുറച്ച് ലിപ് ഗ്ലോസ് കൂടി ഇട്ട് കൊടുക്കാം. ചുണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. എനിക്ക് ഇത്രയൊക്കെ നന്നായിട്ട് ചെയ്യാൻ അറിയാമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഈ കമ്മില് സാധനങ്ങളൊക്കെ ഞാൻ അധികം ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് എനിക്ക് ആകെ ഒരെണ്ണേ ഉള്ളൂ. ഞാനീ പറഞ്ഞ പോലെ അത്ര മേക്കപ്പിൻ്റെ ക്രൈസുള്ള ആളായിരുന്നില്ല. പക്ഷേ ഈ ഇടയ്ക്കാണ് എനിക്ക് ഭയങ്കര മേക്കപ്പ് ക്രൈസ് വന്നത്. വീഡിയോസ് ഓഫ് ഇതിനു മുമ്പ് ഞാൻ ഒരു ട്രാൻസാക്ഷൻ വീഡിയോ ഇട്ടിട്ടുള്ള കമ്മലാണ്. എനിക്കിത് മാത്രമേ ഉള്ളൂ നിലവിൽ. ഞാൻ വേറെ മേടിക്കുമ്പോൾ അതിലിടാം കേട്ടോ. ഇനിയും ഇതേപോലത്തെ പൂപ്പ മേക്കപ്പ് ട്രാൻസാക്ഷൻസ് വേണമെങ്കിൽ പറയുക. പറഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യും. ബിക്കോസ് ദിസ് ഈസ് മൈ പാഷൻ. മുടി എങ്ങനെ സ്റ്റൈൽ ഇടാന്ന് അറിയില്ല, അതാണ് പ്രോബ്ലം. സോ ദിസ് ഈസ് മൈ മേക്കപ്പ് ലുക്ക്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് ലുക്കാണ്. കൊള്ളാമോ? ഐ ഹോപ്പ് യു ലൈക്ക് ദിസ്.
ഹെയർ സ്റ്റൈൽ മാത്രം എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഹെയർ സ്റ്റൈൽ ഇപ്പം ഞാൻ ഇനി എന്താ ചെയ്യോ? ചീപ്പ് പക്ഷെ ഒരു സ്ഥലത്ത് നോക്കിയാൽ കാണില്ല. വേണമെങ്കിൽ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ എടുക്കാം, പഫ് എടുക്കാം. കഷണ്ടി ചെയ്തുകൊണ്ട് എനിക്ക് പഫ് ചേരൂല. സോ ഒന്ന് മുടിയൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുക. ഒരു ഗ്ലോ തോന്നിക്കുന്നില്ലേ? സോ ദിസ് ഇസ് മൈ മേക്കപ്പ് ലുക്ക്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക ആൻഡ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ എല്ലാവർക്കും ബൈ ഫ്രം നമസ്തേ കൊച്ചി. സൈനിങ് ഓഫ്. Siri. Siri so serious.